Let us do a program. Write a program to assign values to the structure variables and to output the values assigned. Write a program to assign values to the structure variables. And to output the values assigned. And to output the values assigned. അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, സിമ്പിൾ പ്രോഗ്രാം ആണ്. സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് സ്ട്രക്ചർ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുക, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുക, അതിന് വേരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്യുക, ഈ അസൈൻ ചെയ്ത വാല്യൂസിനെ പ്രിന്റ് ചെയ്യുക. ഹാഷ് ഇൻക്ലൂഡ് iostream.h hash include conio.h hash include string.h. ഇനി സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. struct date int day char month of 15 month നമുക്കൊരു ക്യാരക്ടർ ആയിട്ട് കൊടുക്കാം. int year then struct students അതിനകത്ത് int roll number char name of 25 float marks struct date bday. ഇവിടെ ഒരു സെമിക്കോളൻ കൊടുക്കണം. ഇനി മെയിൻ void name struct students st1 അതായത് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ വേറെ ഭാഗത്താണ് ചെയ്യുന്നത്. ആ ടൈപ്പാണ് നമ്മൾ ഇവിടെ ഡിക്ലറേഷൻ. സ്ട്രക്ചർ ടൈപ്പ് ഡിക്ലറേഷൻ ആദ്യം, സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ സം അതർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. One 402 Allen 79.6 15 March 1992. അപ്പോൾ നമ്മൾ st2 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾസിന് വാല്യൂസ് എല്ലാം അസൈൻ ചെയ്തു. സ്റ്റുഡൻസ് st2 സ്റ്റുഡൻസ് സ്ട്രക്ചറിലെ വേരിയബിൾ ടൈപ്പ് st2 അതിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ അതിന്റെ വേരിയബിൾസിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ അസൈൻ ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചർ വേരിയബിൾ st1 അതിന്റെ വാല്യൂസ് എല്ലാം അസൈൻ ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? scene st1 dot
റോൾ നമ്പർ st1 ഡോട്ട് നെയിം. ഒന്ന് പ്രത്യേകം കമാൻഡ് കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. st1 ഡോട്ട് മാർക്സ് പിന്നെ സീൻ st1 ഡോട്ട് bday ഡോട്ട് ഡേ st1 ഡോട്ട് bday ഡോട്ട് മന്ത് st1 ഡോട്ട് bday ഡോട്ട് ഇയർ. ഇപ്പൊ എന്തായി, ഇൻപുട്ടിംഗ് പാർട്ട് എല്ലാം കഴിഞ്ഞു, അസൈൻ ചെയ്തു. എല്ലാ വേരിയബിൾസിനും നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്തു. സ്ട്രക്ചർ വേരിയബിൾസിനെല്ലാം വാല്യൂസ് അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അസൈൻ ചെയ്ത വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അസൈൻ ചെയ്ത വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് എങ്ങനെ ചെയ്യാം? സി ഔട്ട് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് വേരിയബിളിന്റെ എല്ലാം പ്രിന്റ് ചെയ്യുകയാണ്. st1 ഡോട്ട് റോൾ നമ്പർ /t, അതായത് ഒരു ടാബ് സ്പേസ് കൊടുത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി st1 ഡോട്ട് റോൾ നമ്പർ, st1 ഡോട്ട് നെയിം, st1 ഡോട്ട് മാർക്സ്. ഇനി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അത് സ്ട്രക്ചർ ഇൻസൈഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഓരോന്നും പ്രത്യേകം കൊടുക്കണം. അതായത് st1 ഡോട്ട് bday ഡോട്ട് ഡേ, st1 ഡോട്ട് bday ഡോട്ട് മന്ത്. അപ്പൊ നമ്മൾക്ക് പക്ഷേ ഇത് ഓരോന്നും പ്രത്യേകം കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി അത് ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് അത് തമ്മിൽ ടാബ് സ്പേസ് കൊടുക്കുന്നതിന് വരെ ഞാനൊരു ഹൈഫൻ ഇട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഹൈഫൻ കൊടുത്തത്. ടാബ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഒരു ഡേറ്റ് പോലെ പ്രിന്റ് ആവാൻ വേണ്ടിയാണ് ഇവിടെ ഹൈഫൻ കൊടുത്തത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്ട്രക്ചർ വേരിയബിൾസിന്റെ വാല്യൂസ് അസൈൻ ചെയ്തതെല്ലാം പ്രിന്റ് ചെയ്തു. സിമിലർലി സെക്കൻഡിന് ചെയ്യണം. ഇവിടെ /n കൊടുക്കുക. അപ്പൊ അടുത്ത ലൈനിൽ വരും cout st2 ഡോട്ട് റോൾ നമ്പർ /t st2 dot name /t st2 dot marks /t st2 dot bday dot day, അത് കഴിഞ്ഞൊരു ഹൈഫൻ st2 dot bday dot month, അത് കഴിഞ്ഞ് നമുക്കൊരു ഹൈഫൻ തന്നെ കൊടുക്കാം. again st2 dot bday dot year /n നിർത്താം. മെയിനും ക്ലോസ് ചെയ്തു. മെയിൻ ഓപ്പൺ ചെയ്യാൻ ബ്രാക്കറ്റ് വിട്ടുപോയി. സോ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടുത്തെ സ്ട്രക്ചർ ഡെഫിനിഷൻ നോക്കിക്കേ. ഇത് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ 2 പാർട്സ് ആയിട്ട് ചെയ്തു. സ്ട്രക്ചർ ടൈപ്പ് ഡെഫിനിഷൻ ആദ്യം, വേറെ ഫംഗ്ഷൻസിനൊക്കെ മുമ്പ്, വേറെ ഫംഗ്ഷൻസോ വേരിയബിൾസോ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതിനും ഡിഫൈൻ ചെയ്യുന്നതിനും മുമ്പായിട്ട് സ്ട്രക്ചർ ടൈപ്പ് ഡിക്ലറേഷൻ നടത്തിയിട്ട് നമുക്ക് ഏത് ഫംഗ്ഷനിൽ എവിടെയാണോ സ്ട്രക്ചർ ടൈപ്പ് വേരിയബിൾ ആവശ്യം അവിടെ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ നടത്തി. അതായത് മെയിനായിട്ടായിരുന്നു നമുക്ക് ആവശ്യം, അവിടെ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ നടത്തി. ഇവിടെ
ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. രണ്ട് സ്ട്രക്ചർ വേരിയബിൾസിനും വാല്യൂസ് നമുക്ക് കീബോർഡ് വഴി അസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ സ്ട്രക്ചർ വേരിയബിൾ ST1 നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യും, അല്ലാത്തതിന് സെക്കൻഡ് സ്ട്രക്ചർ വേരിയബിൾ ST2 വാല്യൂസ് അപ്പോഴപ്പോൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പ്രിന്റ് ചെയ്യണം. ഇവിടെ ഈ ഡേ എന്ന് പറയാൻ അല്ല, ഡേറ്റ് എങ്ങനെയാണ് കിടക്കണേ? ഡേറ്റ് എന്ന് പറയുന്നത് ഡേ, മന്ത്, ഇയർ, അങ്ങനെ 3 ഡേറ്റിന് തന്നെ 3 മെമ്പേഴ്സ് വേറെയുണ്ട്, അല്ലെങ്കിൽ 3 ഫീൽഡ്സ് വേറെയുണ്ട്. ഡേ, മന്ത്, ഇയർ. അതായത് ആ ഡേറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആൻഡ് സ്ട്രക്ചർ പോലെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വേണം റെഫർ ചെയ്യാൻ. ST1.bday.month എന്ന് വെച്ചാൽ ST1 എന്ന് പറയുന്ന വേരിയബിളിന്റെ മെമ്പർ ആണ് ബിഡേയുടെ മെമ്പർ ആണ് ഡേ. അതുപോലെ ബിഡേയുടെ മെമ്പർ ആണ് മന്തും, ബിഡേയുടെ മെമ്പർ ആണ് ഇയർ. അതുകൊണ്ടാണ് ST1.bday.month. പിന്നെ അത് ഡേറ്റ് ശരിക്കും നമുക്ക് ഒന്നിച്ചാണ് വരേണ്ടത്. ഇപ്പം പേര് ഒന്നിച്ച് വരും, പേരിലെ എല്ലാ അക്ഷരങ്ങളും ഒന്നിച്ച് വരും. റോൾ നമ്പർ ആണെങ്കിൽ എല്ലാ ഡിജിറ്റ്സും ഒന്നിച്ച് വരും. അപ്പം നമ്മൾ ഈ 3 മെമ്പറായിട്ട് ഡേയും മന്തും ഇയറും കൊടുത്താൽ തന്നെയും ആക്ച്വലി അത് ഒന്നിച്ചൊരു ഡേറ്റ് പോലെ വരണം. അതുകൊണ്ടാണ് ഞാൻ /t കൊടുക്കുന്നതിന് പകരം ഹൈഫൻ കൊടുത്ത് പ്രിന്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് /t കൊടുത്ത് പ്രിന്റ് ചെയ്താലും മതി. ജസ്റ്റ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സ്ട്രക്ചർ ഡിക്ലെയർ, ഇപ്പൊ ഇത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രക്ചർ. ഈ പ്രോഗ്രാമിനകത്ത് ഒരു ജനറൽ പ്രോഗ്രാം ആയിരുന്നു. ഒരു സ്ട്രക്ചറിന് സ്ട്രക്ചർ ടൈപ്പ് വേരിയബിളിന്റെ വാല്യൂസ് അസൈൻ ചെയ്യുക, അസൈൻ ചെയ്ത വാല്യൂസ് പ്രിന്റ് ചെയ്യുക എന്നുള്ള സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്. പിന്നെ സ്ട്രക്ചറിൽ വരുന്ന ഒരു ഫീച്ചർ ആണ്, 2 variables of the same type can be compared and all the contents of a structure variable can be copied to another structure variable by simple assignment statement. So here you can, നമുക്കറിയാം 2 variables of same type, സാധാരണ അങ്ങനെയാണല്ലോ, സെയിം ടൈപ്പ് ഉള്ള 2 വേരിയബിൾസിനെ നമുക്ക് കമ്പയർ ചെയ്യാം. 2 സ്ട്രിങ്ങോ 2 ഇന്റിജറോ, അതായത് ഒരേ ടൈപ്പ് 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ all the contents of structural variable, all the contents of structure variable, all the contents of structure variable can be copied to another structure variable of same type. Can be copied to another structure variable of same type by simple assignment statement. By simple assignment statement. നമുക്ക് ഒരു സ്ട്രക്ചറിലെ ഒരു സ്ട്രക്ചർ വേരിയബിളിലെ കണ്ടന്റ്സിനെ എല്ലാം അതേ ഡേറ്റ അതേ ടൈപ്പ് വേറൊരു സ്ട്രക്ചർ വേരിയബിൾസിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പി ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ST1 equal to ST2 എന്ന് കൊടുത്താൽ it will copy contents of ST2 to ST1. ST2 ലെ കണ്ടന്റ്സിനെ ST1 ലോട്ട് കോപ്പി ചെയ്യും. ST1 equal to ST2 എന്ന് കൊടുത്താൽ ST2 ലെ കണ്ടന്റ്സ് ST1 ലോട്ട് കോപ്പി ചെയ്യും. ഇനി ST1 equal to ST2 ആണെങ്കിൽ compare all the members of ST1 and ST2
and will return 1 if they are equal and 0 otherwise. അപ്പോൾ ഇത് return 0 otherwise 1 if equal. st1 ഉം st2 ഉം രണ്ട് സ്ട്രക്ചർ വേരിയബിൾസ് ആണ്. അതിനെ കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഈക്വൽ അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. st1 not equal to st2. അങ്ങനെയാണെങ്കിലോ it will return 1 if all members are not equal and 0 otherwise. It will return 1 if members are not equal. If all members, എല്ലാ മെമ്പേഴ്സും ഈക്വൽ അല്ലെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, 0 otherwise. ഈക്വൽ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അതായത് നമ്മൾ ഒരേ ടൈപ്പ് രണ്ട് വേരിയബിൾസിനെ കമ്പയർ ചെയ്യുന്ന പോലെ ഒരേ ടൈപ്പ് രണ്ട് സ്ട്രക്ചർ വേരിയബിൾസ് ആണെങ്കിൽ അതിനെ നമുക്ക് കമ്പയർ ചെയ്യാം. ഈ ഒരേ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കാനുള്ള കാര്യം ഈ സ്ട്രക്ചർ വേരിയബിൾസിലെ മെമ്പേഴ്സ് എല്ലാം ഒരേപോലെ ആയിരിക്കണം. അപ്പോഴാണ് ഒരേ ടൈപ്പ് സ്ട്രക്ചർ വേരിയബിൾ ആവുന്നത്. അപ്പോൾ ഒരു സ്ട്രക്ചർ വേരിയബിളിനകത്ത് ചാർ ഇൻഡ് ഫ്ലോട്ട് ആ ഓർഡറിൽ ഇങ്ങനെയാണ്, വേറെ ഒരെണ്ണത്തിനകത്ത് ഫ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഒരേ ടൈപ്പ് അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരേ ടൈപ്പ് മെമ്പേഴ്സ് ഉള്ള, അതായത് ഒരേ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് കണ്ടന്റ്സിനെ പരസ്പരം കോപ്പി ചെയ്യാം, അവരെ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. st1 equal to st2. If st1 and st2 are two structure variables of same type, if you write a statement st1 equal to st2, then contents of structure st2, structure variable st2, all the contents of structure variable st2 will be copied to structure variable st1. st1 equal to st2 ഇതെന്ന് പറഞ്ഞാൽ comparing the structure variables st1 and st2 with each other, and if both the structure variables are equal, the value 1 will be returned, and if it is not equal, value 0 will be returned. Now st1 not equal to st2, അങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ ചെക്ക് ചെയ്യും, ഈക്വൽ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം എല്ലാ മെമ്പേഴ്സും st2ലെ എല്ലാ മെമ്പേഴ്സും st1ലെ എല്ലാ മെമ്പേഴ്സും ആയിട്ട് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഈക്വൽ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അവിടെ നോട്ട് ആണ്. സോ നമുക്ക് ഒരേ ടൈപ്പുള്ള സ്ട്രക്ചർ വേരിയബിൾസിനെ ഒരേ ടൈപ്പുള്ള രണ്ട് വേരിയബിൾസ് പോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാനും കോപ്പി ചെയ്യാനും സാധിക്കും.